ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ പ്ലാറ്റ്ഫോമിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കുന്ന വിഷയം ജനിച്ചവന്റെ ജനനം, അതായത് വീണ്ടും ജനനം എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങളാണ് നാം ചിന്തിക്കുന്നത്. 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ യേശു പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ലെന്ന്. 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ലെന്ന് കാണുന്നു. 6-ാം വാക്യത്തിൽ ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നുവെന്നും ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു എന്നും കാണുന്നു. ഈ വാക്കുകളൊക്കെയും യേശു പറയുന്നത് പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായ നിക്കോദിമോസ് എന്നൊരു വ്യക്തിയോടാണ്. പരീശൻ എന്ന് പറഞ്ഞാൽ വേർതിരിക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം. ഇവർ ദൈവിക നിയമങ്ങളും പ്രമാണങ്ങളും ഒക്കെ കൃത്യമായി ആചരിക്കുന്നവരും ബാഹ്യമായ ശുദ്ധിക്കും നടപ്പിനുമൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്നവരുമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിൽ യേശുവരെ കുറിച്ച് പറയുന്ന വാക്കുകൾ അവർ തങ്ങളുടെ പ്രവർത്തികൾ എല്ലാം മനുഷ്യർ കാണേണ്ടതിന് ചെയ്യുന്നുവെന്നാണ്. 23-ാം അധ്യായത്തിൽ അനേക വചനങ്ങളിലൂടെ യേശു കർത്താവ് ഇവരുടെ സ്വഭാവത്തെ വ്യക്തമാക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇപ്രകാരമുള്ളൊരു വ്യക്തിയാണ് യേശുവിന്റെ അടുക്കൽ വന്നിട്ട് യേശുവിനോട് ചോദിക്കുന്നത്, റബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന്. അതിന് യേശു പറയുന്ന മറുപടിയാണ്, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന്. അതിന് മറുപടിയായി നിക്കോദിമോസ് പറയുകയാണ് യേശുവിനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം വീണ്ടും ജനിക്കുമോ? വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ? എന്നിങ്ങനെയൊക്കെ. അതിന് മറുപടിയായി യേശു പറയുന്നത്, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ലെന്നാണ്. ഇതിലൂടെ യേശു കർത്താവ് നമ്മളോട് പറയുന്ന ഒരു വസ്തുത, അക്ഷരികമായി ഈ ഭൂമിയിൽ ജനിച്ച ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും ഒരു ആത്മീയ ജനനം അനിവാര്യമാണ് എന്നുള്ളതാണ്. കാരണം നാം എല്ലാവരും പാപത്തിൽ ജനിച്ചവരാണെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ആദ്യ പിതാവായ ആദാമിന്റെ അനുസരണക്കേടിനാൽ മനുഷ്യവർഗം മുഴുവൻ അനുസരണക്കേടിന് അധീനരായി തീർന്നു എന്നും പാപികളായി തീർന്നുവെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ മനുഷ്യനെ കുറിച്ച് ദൈവം പറയുന്നത് അവൻ ജഡം തന്നെയല്ലോ എന്നാണ്. സങ്കീർത്തനങ്ങൾ 51-ന്റെ 5-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നത്, ഞാൻ അകൃത്യത്തിൽ ഉരുവായി പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്നാണ്. ഇയ്യോബ് 14:4 ഇപ്രകാരമാണ് പറയുന്നത്, അശുദ്ധിയിൽ നിന്ന് ജനിച്ച വിശുദ്ധനുണ്ടോ? ഒരുത്തനുമില്ല എന്നാണ്. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു വസ്തുത, നാം എല്ലാവരും അശുദ്ധരും ജഡമയരുമായി പാപത്തിനടിമയായി ജീവിക്കുന്നവരാണ് എന്നുള്ളതാണ്. ഇപ്രകാരം ജീവിക്കുന്ന മനുഷ്യനെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിപ്പാൻ പിതാവായ ദൈവം തന്റെ സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ യേശുവിനെ രക്ഷകനായി ഭൂമിയിലേക്ക് അയക്കുന്നതായി കാണാം. മറി എന്ന കന്യകയിലൂടെ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ പുത്രനായി യേശു ജനിക്കുന്നു. യേശു ദൈവത്തിന്റെ പുത്രനാണെന്ന്, ദൈവമാണെന്നും വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ യേശു ദൈവമാണെന്ന് കാണുന്നു. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ദൈവരൂപവും ദൈവത്തോട് സമത്വമുള്ളവനാണെന്ന് കാണുന്നു. ആ യേശു ജഡമായി തീർന്നു എന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ വചനം ജഡമായി തീർന്നു എന്ന് കാണുന്നു. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ അവൻ ദാസരൂപം എടുത്തു എന്ന് കാണുന്നു. കന്യകയിലൂടെ ഭൂമിയിൽ വന്നു എന്ന് കാണുന്നു. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു എന്ന് കാണുന്നു. ഇതിലൂടെയൊക്കെ യേശുവിന്റെ ജഡാവതാരത്തെ നമുക്ക് മനസ്സിലാക്കി തരികയാണ് വിശുദ്ധ വേദപുസ്തകം. എന്നാൽ ഇങ്ങനെ ജനിക്കപ്പെട്ട യേശു, എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളിൽ നാം കാണുന്ന പോലെ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായി തീരുന്നവരെ ഒക്കെയും വിടുവിച്ചു എന്ന് കാണുന്നു. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ, ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് കാണുന്നു. 2 തീമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ സുവിശേഷത്താൽ ജനിപ്പിച്ചു എന്ന് കാണുന്നു. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ക്രിസ്തുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത് എന്ന്. നിക്കോദിമോസിനോട് യേശു പറയുന്നത് വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണമെന്നാണ്. വെള്ളം എന്നതിന്റെ അർത്ഥം ബീജം, വിത്ത് എന്നൊക്കെയാണ്. നമ്മൾ ഈ മുകളിൽ വായിച്ച വചനങ്ങളിലൂടെയൊക്കെ ഈ വിത്തും ഈ വെള്ളവും ഈ വചനവും എല്ലാം കർത്താവായ യേശു ക്രിസ്തു ആണ് എന്ന് തെളിയിക്കപ്പെടുകയാണ്. ഈ കർത്താവായ യേശു ക്രിസ്തു പാപജടത്തിലായിരുന്ന മനുഷ്യവർഗത്തെ രക്ഷിച്ച് പുതുജനനത്തിലേക്ക് നയിക്കുവാൻ കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു എന്ന് നമുക്ക് കാണാം. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ
അവൻ ദാസരൂപം എടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു എന്നാണ് നമുക്ക് കാണുന്നത്. മനുഷ്യരായ നമ്മെ രക്ഷിപ്പാനാണ്, നമ്മളെ വീണ്ടും ജനിപ്പിച്ച് ദൈവത്തിന്റെ മക്കളാക്കുവാനാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്നാണ്. ഈ അധികാരം നമുക്ക് പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പറയുന്നത് പോലെ യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നാം രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെട്ട നാം ദൈവത്തിന്റെ മക്കളായി തീരും. മക്കളായി തീർന്ന നാം പുതു സൃഷ്ടികളായി തീരപ്പെടുകയാണ്. 2 കൊരിന്ത്യർ 5:17 വീണ്ടും ജനിച്ചവൻ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് കാണുന്നു. ഗലാത്യ ലേഖനം 6:15 വാക്യത്തിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടി എത്രയേ കാര്യമെന്ന് കാണുന്നു. അതായത് അക്ഷരിക ലോകത്തിൽ കാണുന്ന ഏതെങ്കിലും കർമ്മങ്ങളോ ആചാരാനുഷ്ഠാനങ്ങളോ പാരമ്പര്യമായി അനുഷ്ഠിച്ചു വരുന്ന ഏതെങ്കിലും രീതികൾ കൊണ്ട് ഒന്നും പാപജടത്തിൽ ആയിരുന്ന നമ്മളെ പുതുജനനത്തിലേക്ക് നയിക്കുവാൻ അവയൊന്നും പര്യാപ്തമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ മാത്രം ഒരു മനുഷ്യന് ലഭിക്കുന്ന കാര്യമാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, പുതുജനനം പ്രാപിച്ച് പുതിയ സൃഷ്ടിയായി ദൈവത്തിന്റെ മക്കളായി ജീവിക്കുന്ന എല്ലാവരും ദൈവത്തിന്റെ വചനങ്ങളെ പൂർണ്ണമായി പ്രമാണിച്ച് ഏകാഗ്രതയോടും നിർമ്മലതയോടും കർത്താവിനെ സേവിക്കണം. അപ്പോൾ തന്നെ പുതിയ സൃഷ്ടിയായി തീരുവാൻ കഴിയാതെ ലോകമോഹങ്ങൾക്ക് അധീനരായി ജീവിക്കുന്ന എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഉന്നതമായ ദൈവിക മഹത്വത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവനാമത്തിൽ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.